രാമായണം സിനിമയാകുന്നുവെന്ന് ബോളിവുഡ് സംവിധായകൻ നിതീഷ് തിവാരി പ്രഖ്യാപിച്ചതു മുതൽ ആരാധകർ പ്രതീക്ഷയിലാണ്. വമ്പൻ താരനിരയും ബിഗ് ബജറ്റുമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമയായി രാമായണം ഒരുങ്ങുമ്പോൾ അത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ മറ്റൊരു നാഴികക്കല്ലായി മാറുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ. ശ്രീരാമനായി രൺബീർ കപൂറും സീതയായി സായി പല്ലവിയും എത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. പിന്നാലെ രാവണനായി ആരെത്തുമെന്ന ചോദ്യത്തിന് കന്നഡ സൂപ്പർ താരം യഷ് എന്ന ഉത്തരം കൂടെ ലഭിച്ചതോടെ ചിത്രം ഗംഭീര വിജയം നേടുമെന്ന് ആരാധകർ ഉറപ്പിച്ചു. 2 ഭാഗങ്ങളായി ഒരുങ്ങുന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിന്റെ ടൈറ്റിൽ ടീസർ കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. മികച്ച പ്രതികരണങ്ങളാണ് ടീസറിന് ലഭിക്കുന്നത്. ടൈറ്റിൽ പ്രഖ്യാപന വീഡിയോയ്ക്ക് സെൻസർ ലഭിച്ചെന്ന വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് ടീസർ എത്തിയത്. എന്നാൽ രാമായണയുടെ ടീസർ പുറത്തു വന്നതിന് പിന്നാലെ പ്രഭാസ് ചിത്രമായ ആദിപുരുഷ് വീണ്ടും ട്രോളുകൾക്ക് ഇരയായിരിക്കുകയാണ്. രാമായണത്തിനെ ആസ്പദമാക്കിയായിരുന്നു ആദിപുരുഷും പുറത്തിറങ്ങിയത്. എന്നാൽ മോശം വിഷ്വൽ എഫക്ട്സും മോശം കഥാപാത്ര നിർമ്മിതിയും ചിത്രത്തിന് ഒട്ടേറെ വിമർശനങ്ങൾ നേടിക്കൊടുത്തിരുന്നു. കഥാപാത്രങ്ങളുടെ മോശമായ സംസാര രീതി ചൂണ്ടിക്കാട്ടി വലിയ വിമർശനങ്ങളാണ് ആദിപുരുഷിന്റെ റിലീസിന് പിന്നാലെ ഉയർന്നത്. പ്രഭാസിന്റെ സ്റ്റാർഡം സംവിധായകനായ ഓം റൌട്ടിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായില്ലെന്നും രാമായണത്തിന്റെ ടീസർ എത്രയോ മികച്ചതായി അനുഭവപ്പെടുന്നു എന്നുമാണ് ഇപ്പോൾ വരുന്ന കമന്റുകൾ. ആദിപുരുഷ് ഏൽപ്പിച്ച ആഘാതം ഇതുവരെ മാറിയിട്ടില്ലെങ്കിലും രാമായണത്തിന്റെ ടീസർ പ്രതീക്ഷ നൽകുന്നുവെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഓം റൌട്ട് പ്രഭാസിന്റെ സ്റ്റാർഡത്തിനെ ദുരുപയോഗം ചെയ്തതുപോലെ നിതീഷ് തിവാരി ചെയ്യില്ലെന്നും രൺബീർ കപൂർ രാമനായി തകർക്കുമെന്നും ആരാധകർ സമൂഹമാധ്യമങ്ങളിൽ കുറിക്കുന്നു. ഹാൻസ് സിമറും AR റഹ്മാനും ഒന്നിച്ചെത്തുന്നു എന്നതാണ് ടീസറിന് പിന്നാലെ ആരാധകരെ ഏറെ ആവേശത്തിലാഴ്ത്തിയിരിക്കുന്ന മറ്റൊരു ഘടകം. രാമരാവണ യുദ്ധം തന്നെയാണ് സിനിമയുടെ പ്രമേയം. 2026 ദീപാവലിക്ക് സിനിമയുടെ ആദ്യ ഭാഗവും 2027 ദീപാവലിക്ക് 2ാം ഭാഗവും പുറത്തിറങ്ങുമെന്നാണ് വിവരം. ശക്തമായ താരനിര അണിനിരക്കുന്ന ചിത്രത്തിൽ സണ്ണി ഡിയോൾ, കാജൽ അഗർവാൾ, രവി ദുബൈ, അരുൺ ഗോവിൽ, ലാറ ദത്ത തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. $100 മില്യൺ, അതായത് ഏകദേശം 835 കോടി രൂപ ബജറ്റിലാണ് രാമായണം നിർമ്മിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ചെലവേറിയ ചിത്രങ്ങളിൽ ഒന്നാകും രാമായണം. യഷും നമിത് മൽഹോത്രയും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. കൂടാതെ വാർണർ ബ്രദേഴ്സുമായി നിർമ്മാണ പങ്കാളിത്തത്തിൽ ചർച്ചകൾ നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.